നിങ്ങൾക്കറിയോ? നിങ്ങൾക്കറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. മൾട്ടിപ്ലെയർ ഗെയിം എന്ന് പറയുമ്പം ഒരാളല്ല, രണ്ടാളല്ല, മൂന്നാളല്ല, നമ്മളെ കൂടാണ്ട് 7 ആള്, ടോട്ടലി 8 ആൾക്ക് കളിക്കാൻ പറ്റുന്ന മൾട്ടിപ്ലെയർ ഗെയിം. അതും ഓൺലൈൻ റേസിംഗ്. അപ്പൊ റേസിങ്ങിന് താല്പര്യമുള്ളവരെടുത്തോ, ഇല്ലാത്തവരെടുക്കണ്ട. അപ്പോ ഈ റേസ് എന്ന് പറയുമ്പം നിങ്ങളെല്ലാം വിചാരിക്കുന്ന പോലെ നോർമൽ റേസ് എന്ന് പറഞ്ഞാൽ നോർമൽ തന്നെ ഗെയിം ഏകദേശം 3 GB അടുത്ത് വരും. അസ്ഫാൾട്ട് 9 ലെജൻസ് എന്നുണ്ടായ ഗെയിമാണ്. ഇപ്പം അസ്ഫാൾട്ട് ലെജൻസ് യുണൈറ്റാ അങ്ങനത്തെ എന്തോ പേരാക്കിയിട്ടുണ്ട്. അസ്ഫാൾട്ട് എന്ന് അടിച്ചാൽ മുകളിൽ കാണുന്ന ഒരു വലിയ ഗെയിം. ഓക്കെ, കൂടുതൽ ആൾക്കാരെല്ലാം ഡൗൺലോഡ് ആക്കിയിട്ടില്ലേ? അസ്ഫാൾട്ട് ലെജൻസ് യുണൈറ്റ് എന്ന് കാണും പ്ലേ സ്റ്റോറിൽ. ഇത് പ്ലേ സ്റ്റോറിൽ കളിക്കാം. പ്ലേ സ്റ്റോറിലല്ല, ആൻഡ്രോയിഡ് യൂസേഴ്സിന് ഉപയോഗിക്കാം, പിന്നെ വിൻഡോസ് യൂസേഴ്സിന് കളിക്കാം, മാക് OS യൂസേഴ്സിന് കളിക്കാം. പക്ഷേ ഇത് ഡിഫറെന്റ് പ്ലാറ്റ്ഫോമിലാണ് നമ്മ ഇൻസ്റ്റാൾ ആക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്നിച്ച് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ കമ്പ്യൂട്ടർ കളിക്കുന്നവന് മൊബൈലുമായിട്ട് കണക്ട് ആക്കിയിട്ട് ഒന്നിച്ച് കളിക്കാൻ പറ്റും. അങ്ങനെ ഓരോരോ ടാബിലാക്കിയോ എല്ലാം അങ്ങനെ എല്ലാവർക്കും മിക്സ് ആക്കിയിട്ട് ഒന്നിച്ച് കളിക്കാൻ പറ്റും. ഈ ഗെയിമിന്റെ അതാണ് പ്രത്യേകത. അപ്പം ഇതെങ്ങനെയാന്ന് നമുക്ക് അൺലോക്ക് ആയിട്ട് ഈ മൾട്ടിപ്ലെയർ ഇങ്ങനെ കയറിയ പാട് നമുക്ക് മൾട്ടിപ്ലെയർ കളിക്കാൻ പറ്റില്ല. അതിന് കുറച്ച് ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം ഞാനിത് കാണിച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിലാണ്. അപ്പം കമ്പ്യൂട്ടറിൽ മൈക്രോസോഫ്റ്റ് സ്റ്റോർ കയറിയാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ആക്കാം. അപ്പം മൊബൈലില്ലവരെ കീയിൽ കൂട്ടിയിട്ട് കളിക്കാൻ പറ്റും. അപ്പം ഇതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിൽ ഇപ്പം നോർമലി താഴത്ത് കരിയർ മാത്രമേ ഉണ്ടാവൂ, ബാക്കിയെല്ലാം ലോക്കായിരിക്കും. അപ്പം നമ്മൾ ഇതിൽ മൾട്ടിപ്ലെയറിൽ ലാസ്റ്റിൽ പ്രൈവറ്റ് റൂം കണ്ട ഇതെടുക്കാം. ഇതിൽ നമുക്ക് ഏതെങ്കിലും മാച്ചിൽ ആരെങ്കിലും ജോയിൻ റൂം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ജോയിൻ കൊടുത്തിട്ട് ആ റൂം കോഡ് അവിടെ അടിക്കുക. എന്നിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ റൂമിൽ ജോയിൻ ചെയ്യാം. ഇത് കണക്ക് നമ്പർ അടിച്ചിട്ട്. പിന്നെ ഇതിൽ ഫ്രണ്ട്സ് ഓൾറെഡി നമ്മൾ ആക്കിയ ഫ്രണ്ട്സിനെ ഇതിൽ നിന്ന് കിട്ടും. അപ്പം അവരെ ഏതെങ്കിലും ക്ലിക്ക് ചെയ്തിട്ട് അവരെ ആഡ് ചെയ്തിട്ട് കളിക്കാം. അങ്ങനെയാണെങ്കിൽ ഓക്കെ. പിന്നെ ഇത് ക്ലബ്ബ് ജോയിൻ ചെയ്യേണ്ടത് അത് നോക്കാം. ഇത് ക്രിയേറ്റ് റൂം, നമ്മൾ ഒരു റൂം ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് കളിക്കേണ്ടത്. അപ്പോൾ നമുക്ക് പുതിയ ആൾക്കാരെ ഇതിലേക്ക് കയറ്റാൻ പറ്റും. ഓൺലൈൻ പ്ലേയേഴ്സിനെ കയറ്റണമെങ്കിൽ വേറെ കളി ഉണ്ടില്ല, അത് വേറെ കളിക്കാം. ഇതിപ്പോൾ നമ്മളെ ഫ്രണ്ട്സിനെല്ലാം ഇൻവൈറ്റ് ചെയ്തിട്ട് എത്ര ആളെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താഴെ ഒരു റൂം കോഡ് ഉണ്ട്, അത് അവർക്ക് കൊടുത്താൽ മതി. റൂം ID എന്ന് പറഞ്ഞിട്ട് അവിടെ കാണും, അത് കൊടുത്തിട്ട് കയറ്റാം. അല്ലെങ്കിൽ മറ്റേ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഓൾറെഡി നിങ്ങളെ ഫ്രണ്ട് ആണെങ്കിൽ അവരെ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ട് കളിക്കാം. ഒരിക്കൽ ആഡ് ചെയ്തവരെ പിന്നെ കിട്ടും ഫ്രണ്ടായിട്ട്. അപ്പം അങ്ങനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇതിൽ റൂം ID താഴെ ലെഫ്റ്റ് സൈഡിൽ താഴെ മറ്റേ ഒരു കണ്ണിൻ്റെ ഹൈഡിൻ്റെ ചിത്രമെല്ലാം കാണൂലേ, അതാ റൂം ID കണ്ട ഈ സാധനം. അപ്പോൾ ഇത് ഹൈഡാക്കാം, മറ്റേ കാണുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ആളെ കൂട്ടിയിട്ട് ആ ID കൊടുക്കുക, സെറ്റാക്കുക, റൂം കയറി കളിക്കുക. അപ്പോൾ ഇതെങ്ങനെ അൺലോക്ക് ആക്കുന്നത് ഞാൻ കാണിച്ചിട്ട് കരിയർ എടുക്കുക. കരിയറിൽ നമ്മൾ പ്ലേ ചെയ്യാം. അപ്പോൾ ഈ ഫസ്റ്റത്തെ ഇതിൽ ഈ ഗെയിമും ഇതും അത് രണ്ടും കൂടി കംപ്ലീറ്റ് ആക്കിയിട്ട് ഏകദേശം കഴിയുന്ന സമയത്ത് നമുക്ക് അപ്പുറത്തെ മൾട്ടിപ്ലെയറിൻ്റെ ഓപ്പൺ ആക്കി വരും. 1-2 സെറ്റ് തീർത്താൽ മതി. ആ ഒരു സെറ്റും ഇപ്പുറത്തെ ഒരു സെറ്റും അങ്ങനെ 2-3 സെറ്റ് ഉണ്ട്. 2 സെറ്റോ 3 സെറ്റ് തീർക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ താഴെയിലെല്ലാം അൺലോക്ക് ആയിട്ട് വരും. അത് നമുക്ക് എല്ലാത്തിലും കയറി കളിക്കാൻ പറ്റും. ഇവന്റ് കാര്യങ്ങൾ അങ്ങനത്തെ വലിയ മാച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ സെറ്റാക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.